കൃഷ്ണ ജയ ശ്രീ രാധ രാധേ രാധേ രാധേ. ഓ മഹാദേവിയേ നമ. ഇങ്ങനെ നവരാത്രി ദിവസത്തിന്റെ 5ാമത്തെ ദിവസമാണ്. അപ്പൊ നവദുർഗ ഭാവത്തിൽ ദേവിയെ ഇന്ന് ഏത് രൂപത്തിലാണ് കാണുന്നത്? 5ാം ഭാവത്തില് സ്കന്ധമാതാവായിട്ട്. അപ്പൊ സ്കന്ദരാര്? വേലായുധ സ്വാമിയുടെ മാതാവായിട്ടാണ് കാണുന്നത്. അങ്ങനെ കൂഷ്മാണ്ഡ ദേവിയും പിന്നെ ചന്ദ്രകണ്ഠ ദേവി കഴിയുമ്പോൾ തന്നെ ശിവന്റെ ശക്തിയായ ഉമയായി. പിന്നീട് കൂഷ്മാണ്ഡ ദേവി അതായത് സൃഷ്ടിയെ ഒരു ബ്രഹ്മാണ്ടത്തെ അണ്ടത്തിൽ സൂക്ഷിച്ചതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ സ്കന്ദന്റെ മാതാവായി. സ്കന്ധമാതാവ് എന്ന് വെച്ചാൽ അതായത് അറുമുഖനെ മടിയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാവത്തിലാണ് ദേവിയെ കാണാൻ കഴിയുന്നത്. അതായത് താരകാസുരനെ വധിക്കാൻ വേണ്ടിയാണല്ലോ ദേവന്മാരെല്ലാം കൂടെ ചേർന്ന് ശിവനെയും പാർവതി ദേവിയും കൂട്ടിയോജിപ്പിച്ച് നിന്ന് അതായത് ശിവനിൽ പാർവതിയിൽ ഉണ്ടാകുന്ന പുത്രനാണല്ലോ താരകാസുരനെ വധിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ വേലായുധ സ്വാമിയായ സ്കന്ദൻ മുരുകൻ ജനിക്കുന്നത്. അപ്പൊ 6 അമ്മമാർക്ക് ഉള്ളത് കൊണ്ട് അതിനെ അറുമുഖൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് വേലായുധ സ്വാമിയെ അറുമുഖനെ മാതാവായി കഴിഞ്ഞു. സ്കന്ദന്റെ ആ മാതാവ് മടിയിരിക്കുന്ന ആ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാവത്തിലാണ് 5ാമത്തെ ദിവസം സ്കന്ദ മാതാവായ പാർവതി ദേവിയെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ശൈലപുത്രി കഴിഞ്ഞു. പിന്നെ ബ്രഹ്മചാരിനെ ചന്ദ്രഖണ്ഡയായ ശേഷം പിന്നെ ശിവന്റെ ഉമയായി. അതിനുശേഷം കൂഷ്മാണ്ഡ ദേവിയെ അണ്ടത്തെ ഗർഭത്തിൽ സൂക്ഷിച്ച് അങ്ങനെ ദൃഷ്ടികർത്താവായി. പിന്നെ സ്കന്ദന്റെ മാതാവായി ഒക്കെ 5ാം ഭാവത്തിൽ ദേവിയെ കാണാൻ കഴിയുകയാണ്. ഈ ദേവിയെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്താണല്ലോ അതിന് കാമദേവനെയാണല്ലോ ദേവന്മാരെ വിട്ടുകൊടുക്കുന്നത്. അവസാനം കാമദേവനെ തൃക്കണ്ണുകൊണ്ട് ഭസ്മമാക്കുകയും ചെയ്യുന്നുണ്ട് ശിവൻ. അതിൽ നിന്നാണ് പുനർജനിച്ച് ശ്രീകൃഷ്ണന്റെയും രുക്മിണിയും മകനായ പ്രത്യക്ഷൻ ഉണ്ടാകുന്നത്. അത് അങ്ങനെ ഒരു കഥ. പക്ഷേ സ്കന്ധമാതാവിട്ട് ദേവിയെ ഓം ദേവി സ്കന്ധമാതാവേ നമഃ എന്ന് ദേവിയെ എല്ലാവരും പ്രാർത്ഥിക്കും. യാ ദേവി സർവഭൂതേഷു സ്കന്ധമാതാരൂപേണ സംസ്ഥിതേ നമസ്തസ്യൈ നമോ നമ. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.